മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ആദിത്യൻ ജയൻ. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2005 മുതൽ മിനി സ്ക്രീൻ്റെ ഭാഗമാണ് നടൻ. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും ആദിത്യൻ അഭിനയിച്ചിട്ടുണ്ട്. മണിയറക്കള്ളനാണ് ആദ്യ സിനിമ. രാജൻ പി ദേവ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത്. സിനിമകളിൽ സഹനടൻ റോളുകളിലാണ് തിളങ്ങിയതെങ്കിൽ സീരിയലിൽ സജീവമായപ്പോൾ ആദിത്യൻ ശ്രദ്ധ നേടിയത് നെഗറ്റീവ് റോളുകളിലൂടെയാണ്. ആകാശദൂത്, മറ്റൊരുവൾ തുടങ്ങി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. വിവാദങ്ങളാൽ നിറഞ്ഞ കരിയറാണ് നടൻ്റേത്. നടി അമ്പിളി ദേവിയുമായി നടന്ന വിവാഹമോചനമാണ് അതിലൊന്ന്. ഗാർഹിക പീഡനത്തിന് ആദിത്യൻ്റെ പേരിൽ അമ്പിളി പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് താരം. ഇപ്പോഴിതാ പുതിയൊരു റോളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ. നടനിൽ നിന്നും അവതാരകനിലേക്ക്. സിനിമ ദി ക്യൂ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ അവതാരകൻ ആദിത്യനാണ്. ആദിത്യൻ്റെ മനോഹരമായ അവതരണത്താൽ പതിവ് മുഖ പരിപാടികളിൽ നിന്നെല്ലാം വേറിട്ട ഒരു അനുഭവം ലഭിച്ചുവെന്നും ആസ്വാദകർക്ക് ഒട്ടും മുഷിച്ചിൽ തോന്നാത്ത പരക്കായ പ്രവേശം ഭംഗിയായി നടൻ നിർവഹിച്ചുവെന്നുമാണ് പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ച. സീരിയൽ താരം സ്നേഹ സുരേന്ദ്രനായിരുന്നു ആദിത്യൻ്റെ പോഡ്കാസ്റ്റിലെത്തിയ ആദ്യ അതിഥി. ഇവരുടെ സംഭാഷണത്തിൻ്റെ വീഡിയോകൾ ചെറിയ ഭാഗങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിൽ ഒരു ഭാഗമാണ് ചർച്ചയാകുന്നത്. സ്നേഹ സുരേന്ദ്രനുമായി സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആദിത്യൻ സംസാരിച്ച ഭാഗമാണ് വൈറലായതും ചർച്ചയായതും. കൊളാബ് ചെയ്യുന്നുണ്ടല്ലേ, അതിൽ നിന്നും സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് സ്നേഹയോട് നടൻ ചോദിച്ചത്. കൊളാബ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്നും ചെറിയ രീതിയിൽ വരുമാനം വരുന്നുണ്ടെന്നും കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ടി വരുമെന്നാണ് സ്നേഹ പറഞ്ഞത്. രേണു സുധിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടെ എന്നാണ് പിന്നീട് ആദിത്യൻ ചോദിച്ചത്. വേണ്ട ചേട്ടാ, അതിന് താല്പര്യമില്ല. രേണു സുധി ചെയ്തോട്ടെ, ചേട്ടന് വേറെ അക്കൗണ്ട് താൻ അയച്ചു തരാമെന്ന് സ്നേഹ മറുപടി പറഞ്ഞു. അതുകേട്ട് വേണ്ട, ഞാൻ ഒരുപാട് മാറി, ഇപ്പോൾ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും വേണ്ടെന്നായിരുന്നു നടൻ്റെ മറുപടി. ഇതുകേട്ട് രണ്ട് കുടുംബം തകർത്തതല്ലേ, അടുത്തത് സെറ്റാകാൻ നോക്കുകയാണല്ലോ എന്നാണ് ചിലർ നടൻ്റെ മുൻകാല ജീവിതവുമായി താരതമ്യം ചെയ്ത് വിമർശിച്ചു കുറിച്ചത്. അതേസമയം മറ്റു ചിലർ അതിശയപ്പെട്ടത് നടൻ്റെ മുഖത്ത് വന്ന മാറ്റം കണ്ടാണ്. മുഖം കരുവാളിച്ചിരുന്നു. ഇരുനിറമാണ് ആദിത്യന്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് എന്ന് സംഭവിച്ചു എന്നായിരുന്നു ചിലരുടെ സംശയം. കരൾ രോഗം ബാധിച്ചവരുടെ മുഖം ഇത്തരത്തിൽ കരുവാളിക്കാറുണ്ടെന്നാണ് കമൻറ്റ് ബോക്സിൽ ചിലർ കുറിച്ചത്. ദൈവം നല്ല എന്തോ പണി കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ മുഖമൊക്കെ മാറിപ്പോയല്ലോ, ആദിത്യൻ എങ്ങനെയാണ് കറുത്തത്, മുഖം എന്തു പറ്റി, ലിവർ പോയെന്ന് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. നടൻ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല. അമ്പിളി ദേവിയുമായുള്ള വിവാഹമോചന കേസ് നടക്കുന്ന സമയത്ത് ആദിത്യൻ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. സ്വരാജ് റൗണ്ട് നടുവിലായി പരിസരത്ത് കാറിൽ ഞരമ്പ് മുറിച്ച നിലയിൽ അവശനായി കിടക്കുകയായിരുന്ന ആദിത്യനെ നാട്ടുകാരാണ് അന്ന് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചത്. അമ്പിളിയിൽ ഒരു മകൻ ആദിത്യനുണ്ട്.